ഹലോ ഗേയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു സാറ്റർഡേ വിശേഷങ്ങളുമായാണ് കേട്ടോ വന്നേക്കണേ. അതുകൊണ്ട് തന്നെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ തന്നെ അതേ പിള്ളേർ എഴുന്നേറ്റ് വന്ന് ടി വിയുടെ മുമ്പിലിരിപ്പുണ്ട്. അത് പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ ആയാൽ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ, പിള്ളേർ ടി വിയിൽ തന്നെ ആയിരിക്കും ഇങ്ങനെ കണ്ണു നട്ടിരിക്കണത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ പുട്ട്, ബീഫ് കറി, അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയത്, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കണ വീഡിയോയൊന്നും ഞാൻ എടുത്തിട്ടില്ല. രാവിലെ അതൊക്കെ ഉണ്ടാക്കി തിക്കും തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം വേഗം തന്നെ റെഡി ആയിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു വെജിറ്റബിൾ മാർക്കറ്റാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ 1-2 ഷോപ്പുകളിലൊക്കെ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒത്തിണക്കിയ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ഞാനിന്ന് വന്നേക്കണത്. അപ്പോൾ അതേ നമുക്കിനി സമയം കളയണ്ട കേട്ടോ, വേഗം തന്നെ പോകാം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഷോപ്പിൽ പോകാനുണ്ട്. കാര്യം ഇവിടെ തൊട്ടടുത്തൊക്കെ തന്നെയാണ്, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ എല്ലാ ഷോപ്പുകളും. പിന്നെ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു നേരമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ പോകാം. അപ്പോൾ അതേ നമ്മൾ പുറത്ത് വന്നിട്ടാ. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു മഴക്കാറ് മട്ടല്ലേ, കാറ്റൊക്കെ ഉണ്ട്, മൂടി നിൽക്കണം മൊത്തത്തിൽ. നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കൊറിയൻ സൂപ്പർ മാർക്കറ്റിൽ പോയി ഫിഷിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണണേ. അതുപോലെ തന്നെ നയാഗര വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളും നമ്മൾ 2-3 വീഡിയോസൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരുപാട് ട്രാവൽ വീഡിയോസുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് വന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയണത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നേക്കണത് റീസ്റ്റോറിലെ വിശേഷങ്ങൾ കാണിക്കാനാണ്. കാര്യം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ ഓരോ തവണ വരുമ്പോഴും ഓരോ മാറ്റങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി ഇത്തവണ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് വാൾമാർട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം അവിടെയാണ് കേട്ടോ വന്നത്. അതിന് ശേഷം പിന്നെ നമ്മൾ റീസ്റ്റോറിൽ കയറിയത്. അപ്പോൾ വാൾമാർട്ടിലെ വിശേഷങ്ങൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്കിനി റീസ്റ്റോറിൽ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ റീസ്റ്റോറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ റീയൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കണ ഒരു ഷോപ്പാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഈ നാട്ടിലേക്ക് വരുന്നവർക്കും അല്ലാതെ ഇവിടെ ഈ നാട്ടിലുള്ളവർക്കൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഈ ഷോപ്പിൽ കിട്ടും കേട്ടോ. ഇതൊന്നും പുതിയതല്ല, കണ്ടു കഴിഞ്ഞാൽ പുതിയതുപോലെ തോന്നുമല്ലേ, അതുമാതിരിയാണ് ഇവരിങ്ങനെ അറേഞ്ച് ചെയ്തേക്കണത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോളിഷൊക്കെ ചെയ്ത് നല്ല പുതിയതുപോലെ തോന്നിക്കണ രീതിയിലാണ് അവരിവിടെ ഓരോന്ന് അറേഞ്ച് ചെയ്തേക്കണത്. കഴിഞ്ഞ അവിടെ കാണിച്ചതിൽ നിന്നും കുറച്ചും കൂടി കാണിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കണത്. ഈ ഭാഗത്തൊക്കെ കാണുന്നത് ഫുൾ ഫർണിച്ചറുകളാണ് കേട്ടോ. ഓരോ ഡൈനിങ് ടേബിളുകളും പിന്നെ അതുപോലെ തന്നെ ടേബിളുകൾ, ഡ്രസ്സിങ് ടേബിളുകൾ, അങ്ങനത്തെ ഓരോരോ ഐറ്റംസുകളൊക്കെയാണ് ഈ സൈഡിൽ. പിന്നെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഇങ്ങനെ സെറ്റുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ടല്ലേ, പുതിയതുപോലെ തന്നെ അല്ലേ ഇരിക്കണത്. കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടപ്പോൾ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെവിടെയാണ് ഈ ഷോപ്പെന്ന്. അപ്പോൾ ഇത് ന്യൂജേഴ്സി തന്നെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേട്ടോ ഈ ഷോപ്പ്. ന്യൂജേഴ്സി തന്നെ അല്ല, അമേരിക്കയിൽ മിക്ക സ്ഥലങ്ങളിലും ഈ റീസ്റ്റോർ ഷോപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ നല്ല ഡിസ്കൗണ്ടൊക്കെ കിട്ടും കേട്ടോ. ഇവരിങ്ങനെ ഓരോ ആഴ്ചയിൽ ഇങ്ങനെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ നല്ല ഡിസ്കൗണ്ട് ഇട്ടിട്ട് അവരിങ്ങനെ വിറ്റുകൊണ്ടിരിക്കും. പിന്നെ സാറ്റർഡേ ദിവസങ്ങളിലൊക്കെ ഇവർ ശരിക്കും ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താം. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ കാണിക്കാത്ത ഒരു കാര്യമുണ്ട്, ഈ ഡ്രസ്സുകൾ. ഇതും റീയൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസുകളാണ്. ഇത് ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും കിഡ്സിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഡ്രസ്സുകൾ. പിന്നെ ഡ്രസ്സ് മാത്രമല്ല, ചെരുപ്പുകളുണ്ട്, അതുപോലെ ബാഗുകൾ, ഷോളുകൾ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ പുതിയതുപോലെ തോന്നുമല്ലേ, അതുമാതിരത്തെ രീതിയിലാണ് അവർ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണത്. ശരിക്കും ഒരു പുതിയ ഡ്രസ്സ് പോലെ തോന്നിക്കണ രീതിയിലാണ് അവരിങ്ങനെ സെറ്റ് ചെയ്തേക്കണത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനും അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ ഇട്ട് നോക്കി വാങ്ങിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അത് ഇതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഷൂകൾ ലേഡീസിൻ്റെ ഉണ്ട്, മെൻസിൻ്റെ ഉണ്ട്, കിഡ്സിൻ്റെ ഉണ്ട്, ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് വരുന്ന എന്താണെന്ന് വെച്ചാൽ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതൽ. വാട്ടർ ബോട്ടിൽസ്, പ്ലേറ്റുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ നല്ലത് നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും കഴിവാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇത് കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. ഇതൊന്നും അത്ര പുതിയതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ചിലതൊക്കെ നല്ല പഴക്കമുള്ളതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ പ്ലേറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല അടിപൊളി പ്ലേറ്റാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ പുതിയതിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള പ്ലേറ്റുകളാണ് അവിടെ ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കൂടുതൽ ടോയ്സുകൾ, ബുക്കുകളൊക്കെയാണ്. ബുക്കുകൾ എന്ന് പറഞ്ഞാൽ വലിയവർക്ക് വായിക്കാനും കുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റിയ ഒരുപാട് ബുക്കുകളൊക്കെ ഈ ഭാഗത്തുണ്ട് കേട്ടോ. ശരിക്കും ജീവനുള്ള മാതിരി. എൻ്റെ കാലൊക്കെ നോക്കി നല്ല രസമുണ്ടല്ലേ, കുറേ ഉണ്ട്. ഇതേണ്ട പാത്തുവിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുക, കുറേ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനെയാണ്. പാവകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടോ. എത്ര വലുതായാലും നമുക്ക് പാവകൾ കാണുമ്പോൾ ആ ഒരു പണ്ടത്തെ ഒരു ഓർമ്മയാണല്ലേ. അപ്പോൾ പാവകൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതേ നമ്മൾ ഇരിക്കണ ഈ ചെയറൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കണം കേട്ടോ. അതേ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കോസ്കോയിലേക്കാണ് കേട്ടോ. അപ്പോൾ കോസ്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പും വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് കാണിക്കണുള്ളൂ. ഒരുപാട് ഞാൻ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. അതിൻ്റെ ഉള്ളിൽ ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോരോ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, ഇങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തേക്കണത്. എങ്കിലും ഇനിയിപ്പോൾ എല്ലാം കൂടി കാണിച്ച് വെറുതെ വീഡിയോ ലെങ്ത് ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ അധികം കാണിക്കണില്ല. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, അകത്ത് കയറി. അതേ ഈ കാണണ്ടാണ്ടോ, ഇതെന്താ സംഭവം എന്നറിയോ? ഇവിടെ ഒരുപാട് ഫുഡ് പ്രോഡക്ട്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ അവരിങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഇങ്ങനെ നമുക്ക് തരും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോന്ന് പാത്രത്തിലാക്കി വെക്കണതാണ്. ഐസ്ക്രീമുകൾ, അതുപോലെ തന്നെ ബിസ്ക്കറ്റുകൾ, ചോക്ലേറ്റുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ അവർ ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഫ്രീ ആണല്ലോ. ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ ബില്ലിങ് സെക്ഷനാണ് കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ. ഏത് സമയത്ത് വന്നാലും ഇവിടെ നല്ല തിരക്കായിരിക്കും. ക്യൂ നിന്നിട്ട് വേണം കേട്ടോ ബില്ലൊക്കെ പേ ചെയ്യാൻ. ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ എന്തെങ്കിലും കാര്യം ലഞ്ച് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ക്ഷമയില്ല അല്ലേ. ഹോട്ട് ഡോഗ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കണ്ടപ്പോൾ കഴിച്ചാലോ എന്നൊരിത് നോക്കാൻ പോയിട്ടുണ്ട്. ചിലപ്പോൾ മേടിക്കും. അപ്പോൾ അത് കഴിച്ചിട്ട് ഇറങ്ങാം. നല്ല ക്യൂ ആണ് അവിടെ. ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഈ ഫുഡിങ് സെക്ഷൻ വരുന്നത്, ഫുഡ് കോർട്ട് പോലെ. അപ്പോൾ നമ്മളിതേ ഹോട്ട് ഡോഗാണ് വാങ്ങിയത്. പിന്നെ ഒരു പെപ്സിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സോസൊക്കെ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സോസ് സെലക്ട് ചെയ്യാം. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, അവിടെ നിന്ന് ഇറങ്ങി. കാരണം ലഞ്ച് കഴിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് കുറേ പർച്ചേസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ അതേ നേരെ പോകുന്നത് വെജിറ്റബിൾ ഷോപ്പിലേക്കാണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് പച്ചക്കറികളൊക്കെ വാങ്ങിക്കാറ്. പക്ഷേ എങ്കിൽ ഇപ്പോൾ അതേ നമ്മൾ പുതിയതായിട്ടൊരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അതേ ഇതാണ് ഫാർമേഴ്സ് മാർക്കറ്റ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഫാമിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഇവർ പറയണത്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അപ്പോൾ അതേ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ കൂടുതലായിട്ട് വെജിറ്റബിൾസുകൾ, പിന്നെ ഫ്രൂട്ട്സുകൾ, ഡയറി പ്രൊഡക്റ്റ്, ഫ്ലവേഴ്സ്, ഇതൊക്കെയാണ് ഉള്ളത്. അതേ നോക്കിക്കണ്ടേ, ഇതൊക്കെ മൊത്തം ആപ്പിൾസിൻ്റെ പല പല വെറൈറ്റീസുകളാണ് കേട്ടോ, പല കളറിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളും ഒരുപാട് വെറൈറ്റീസുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ സോസേജുകൾ, പിന്നെ അതുപോലെ തന്നെ ചീസുകൾ, ബട്ടർ, ഇതൊക്കെയാണ്. ഇതൊക്കെ ഫാം പ്രൊഡക്റ്റുകളാണെന്ന് ഇവർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ഇങ്ങനെ ഓരോരോ സിറപ്പുകളൊക്കെയാണ്. പിന്നെ പാലിൻ്റെ സെക്ഷനൊക്കെ അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഷോപ്പിൽ കാണാനുള്ളത്. ഒരുപാട് നമുക്കിവിടെ കാണാം കേട്ടോ വെറൈറ്റീസുകളൊക്കെ. എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല.
ഈ കാണുന്നതൊക്കെ പഴമുണ്ട്, റോബസ്റ്റ്, ഏത്തപ്പഴം, അതിൻ്റെയൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. പിന്നെ അത്യാവശ്യം വില കുറവ് ഈ ഷോപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ വെജിറ്റബിളൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റാണ്, പക്ഷേ അതിൽ നിന്നും കുറച്ച് വില കുറവ് തോന്നി. അപ്പോൾ നിങ്ങൾ ഈ ഷോപ്പിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളൊക്കെ അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഇത് കണ്ടില്ലേ, ഇതൊക്കെ സവാളയുടെ പല പല കളറുകളൊക്കെയാണ്, പല രാജ്യങ്ങളിലേക്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ പുറത്തുനിന്ന് തന്നെയാണോ ഇവിടെ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഇതൊക്കെ പൊട്ടറ്റോയാണ്, പല വെറൈറ്റി പൊട്ടറ്റോകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കാണാത്ത ടൈപ്പ് പൊട്ടറ്റോകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതേ ഇത് ക്യാപ്സിക്കമാണ്, ഇതും പല കളറിലുള്ള ക്യാപ്സിക്കമൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഫുള്ള് വെജിറ്റബിളിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ ഇത് കണ്ടില്ലേ, ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് വെജിറ്റബിളുകളൊക്കെ ഉണ്ട്. ഇത് ഇലയുടെ സെക്ഷനിലാണ് നമ്മൾ വന്നേക്കുന്നത്. നല്ല ഫ്രഷ് ഇലകളാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും, അതുമാതിരിയാണ് അവരിവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത്. നമ്മൾ ഉപയോഗിക്കണ മല്ലിയില, പുതിനയില, പിന്നെ അത്യാവശ്യം കുറച്ച് ചീരകളൊക്കെ ഇതിലുണ്ട്. പിന്നെ കറിവേപ്പില പോലത്തെ ഒന്നും ഇതിലില്ല കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോയി വാങ്ങിക്കേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൈപ്പുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലെ വെജിറ്റബിൾസൊക്കെ ചിലതൊക്കെ നമ്മൾ അറിയാത്തതായിട്ട് നമുക്കുണ്ട്, നമ്മൾ കാണാത്ത ഒരുപാട് ടൈപ്പൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇത് കണ്ടില്ലേ, ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കണമൊക്കെ ആയിരിക്കും, പെട്ടെന്ന് കാണുമ്പോൾ എന്തോ ഒരു പുതിയതുപോലെയൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാബേജിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ക്യാബേജുകൾ ഇതൊക്കെ കുഞ്ഞ് ടൈപ്പ് ക്യാബേജുകളൊക്കെയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, പാത്രത്തിലാക്കി ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ സാലഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെ കുറേ ചുറ്റിക്കറങ്ങാനായിട്ട് ഒരുപാട് ഉണ്ട്. ഇതൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഏരിയ ആണ്. ഫ്രൂട്ട്സ് ആയിട്ടുള്ള എല്ലാ ഒരുവിധപ്പെട്ട ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, മാങ്ങ, പൈനാപ്പിൾ, പപ്പായ എല്ലാം ഈ ഷോപ്പിലുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതൊക്കെ മാങ്ങയാണ്. മാങ്ങയൊക്കെ ചിലതൊക്കെ വാടിയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ എന്തായാലും കുഴപ്പമില്ല. കണ്ടിട്ട് പല റേറ്റിലായിട്ടുള്ള മാങ്ങകളൊക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ പാല്, മുട്ട, ഇത് ജാമുകൾ, ഉപ്പിലിട്ട ഐറ്റംസുകൾ, അച്ചാറുകൾ, ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ഈ കുക്കുംബർ ഉപ്പിലിട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ, ഇങ്ങനെ മരത്തിൻ്റെ ഭരണി പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഫുള്ള് ഫ്രഷ് ആയിട്ടുള്ള പൂവുകളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വെജിറ്റബിൾ ഷോപ്പിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ മെയിനായിട്ട് നമ്മൾക്കിന്ന് വെജിറ്റബിൾസുകളൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിക്കാനുണ്ടായിരുന്നത്. ബാക്കിയുള്ള ഷോപ്പിലൊന്നും ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. ഇവിടെ നിന്ന് 1-2 ഐറ്റംസുകളും കൂടി വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ എത്ര ഷോപ്പിൽ പോയാലും ഇവിടെ നിന്ന് വാങ്ങിക്കാൻ എന്തായാലും ഐറ്റംസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ കാണിക്കണില്ല. ഇത് കണ്ടില്ല, ഇതൊക്കെ മിച്ചറുകളാണ് കേട്ടോ. മിച്ചർ, പിന്നെ അതുപോലെ നുറുക്ക്, അതൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. പിന്നെ ചിപ്സ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡിന്നർ കഴിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ടൈം കളയണ്ടെന്ന് വിചാരിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട്, ഇതൊരു തായ റെസ്റ്റോറൻ്റാണ്. നമ്മൾ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം അത്യാവശ്യം തിരക്കുകളൊക്കെ ആയി തുടങ്ങി. നമ്മൾ 1-2 ഡിഷുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വന്നത് ഇതൊരു ചിക്കൻ്റെ ഡിഷാണ്. ഇതുമാതിരത്തെ ഒരു ചട്നിയിൽ മുക്കി ഇങ്ങനെ കഴിക്കണം കേട്ടോ, നല്ല രസമായിരിക്കും. അതിനുശേഷം നമ്മൾ പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസ് ചിക്കനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ 1-2 ഈ ഗ്രേവി ആയിട്ടുള്ള ഡിഷുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് കൂട്ടായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് വൈറ്റ് റൈസും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 1-2 കറികളും അതും ഓർഡർ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ പർച്ചേസിങ് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി പുതിയ അമേരിക്കൻ വിശേഷവുമായിട്ട് പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.